IP അല്ലാതെ പിന്നെ ഇവിടെ ആര് ജയിക്കാൻ? ഉറപ്പായിട്ടും IP വിജയിക്കും. IP വിനും. വിനയ് പി IP വിനും. സഹ തന്നെയാണ് ജയിക്കാൻ. മോനെ, ജനങ്ങൾക്ക് നല്ലൊരു ചെയ്യുന്ന ആരാണോ അവർ ജയിക്കും. 8000-ൽ കൂടുതൽ വോട്ടേഴ്സ് ഉള്ള ഒരു വാർഡാണ് കുന്നുകുഴി വാർഡ്. കുന്നുകുഴി വാർഡിൽ ഇത്തവണ LDFന് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് IP ബിനുവാണ്. ഓൾറെഡി ഒരു വട്ടം കൗൺസിലറായ വ്യക്തി തന്നെയാണ്. 130-ന് പുറത്ത് വോട്ടിന് ജയിച്ച വ്യക്തിയാണ്. എന്നാൽ കഴിഞ്ഞ വട്ടം UDF ഇവിടുത്തെ സീറ്റ് കൊണ്ടുപോവുകയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇത്തവണ പുതിയതായി IP ബിനുവിന് എന്താണ് പറയാനുള്ളത്, എന്തൊക്കെ ആശയങ്ങളാണ്, എന്തൊക്കെ വികസനങ്ങളാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പ്രചരണം ഇപ്പോൾ 6ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നല്ല സ്വീകാര്യതയാണ് വീടുകളിൽ ചെല്ലുമ്പോൾ ജനങ്ങൾക്കുള്ളത്. പ്രതികരണം എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ല പ്രതികരണമാണ്. കാരണം 2015-20 കാലഘട്ടത്തിലാണ് ഞാനിവിടെ കൗൺസിലറായി മത്സരിച്ച് ജയിച്ചത്. അന്ന് ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടായിരുന്നു. എല്ലാ ആവശ്യത്തിനും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൽ നഗരസഭ അനുവദിച്ചിട്ടുള്ള എല്ലാ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടും ഇവിടെ നമുക്ക് ഈ വാർഡുകളിലേക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ ഇടവഴികളും റോഡുകളും എല്ലാം തന്നെ നല്ല രീതിയിൽ നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അന്നത്തുള്ള പ്രവർത്തനം ആളുകൾക്ക് വളരെ സ്വീകാര്യതയാണ്. അതിന് 2020-25 കാലഘട്ടത്തിൽ വനിതാ സംവരണമായി. ആ സമയത്ത് ഉള്ള UDF ആണ് വന്നത്. അപ്പോൾ ആ പ്രവർത്തനവും 2015-20 പ്രവർത്തനവും നോക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? 2025-ൽ വരുമ്പോൾ 2015 ഞാൻ വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ വാർഡിലുള്ളത്. വികസന മുരടിപ്പ് ഈ വാർഡിലാകെ വന്നിട്ടുണ്ട്. റോഡുകളെല്ലാം തന്നെ വീണ്ടും ടൈലിട്ടിങ്ങനെ ഒഴിച്ച് ബാക്കി ടാർ ചെയ്തെല്ലാം വീണ്ടും മോശമാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മിക്കയിടത്തും കാട് പിടിച്ച്. ഇതാണ് ഇപ്പോൾ തന്നെ തൊട്ടടുത്ത പാർക്ക്, നമുക്കറിയാം. ഈ പാർക്ക് എന്ത് മനോഹരമായി ഇട്ടിരുന്ന പാർക്കാണ്. ഇതത്രയും കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. വഴിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വന്നതിൻ്റെ തെളിവ് ഈ വഴി നോക്കിയാണ് ചവറുകൾ. ഇത് എന്താ റോഡ് മൊത്തം ചവറ് കൂമ്പാരങ്ങൾ ആവുന്ന അവസ്ഥ വരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നഗരസഭയ്ക്ക് പുറമെ ഞാൻ പഠിച്ച സംസ്കൃത കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാർഡിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ലോ കോളേജുണ്ട്, സിറ്റി സ്കൂളുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളുടെ NSS ടീമുണ്ടല്ലോ, അവർക്ക് പ്രിൻസിപ്പൽ കത്ത് കൊടുത്തിട്ട് 2-3 മാസം ക്ലീനിങ്ങിനുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു മാസം ഒരു കോളേജ് ടീം വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം അടുത്ത കോളേജ് ടീം വരും. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും ഈ ഒരു 6 മാസം ഇടവിട്ട് കൃത്യമായി NSS ടീമിനെ, NCC ടീമിനെ, പിന്നെ സ്കൗട്ട് ആൻഡ് ഗെയിംസിന്റെ ഓഫീസ്, മെയിൻ ജില്ലാ ഓഫീസ് എൻ്റെ വാർഡിലാണ്, ഈ കുന്നുകുഴി സ്ഥിതിയാണ്. അപ്പോൾ അവരറിയുമ്പോൾ അവര് ജനങ്ങളായിട്ട് ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിൽ മൊത്തം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. അതായത് ഇപ്പം ശബരിമലയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഇലക്ഷനെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അതൊന്നും ജനങ്ങൾ ചോദിക്കുന്നില്ല. ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളുടെ ഇവിടുത്തെ കുന്നുകുഴി വാർഡിൽ അവരെ വിഷയങ്ങളാണ്. ലൈറ്റ് ഇല്ലാത്തത്, വെള്ളം ഇല്ലെങ്കിൽ അതിന്റെ പ്രശ്നം, പിന്നെ എന്താണ് സീവേജ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ വിഷയം, അതൊക്കെയാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ വലിയ വിഷയങ്ങളൊന്നും അവരെ അത് ചർച്ച വന്നിട്ടേ ഇല്ല. എൻ്റെ വീട്ടിൽ ഇതുവരെയൊക്കെ അങ്ങനെ ചോദിക്കുകയോ രാഷ്ട്രീയം പറഞ്ഞുള്ള ഇതല്ല ഒരു ചർച്ച ചെയ്യുന്നത്. അവർക്ക് വേണ്ട അവരെ വിഷയം വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ആളെയാണ് അവർക്ക് വേണ്ടത്. 2015-20 കാലഘട്ടത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയാൻ എത്തുമായിരുന്നു. അവർക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടുള്ള ആ സ്വീകാര്യതയാണ് ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നത്. കോർപ്പറേഷനിൽ കുന്നുകുഴി വാർഡിനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ച് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു 80% പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ സംസാരം ഇപ്പം നമ്മൾ ഇറങ്ങിയിടത്തുള്ള പ്രതികരണം അങ്ങനെയാണ്. IP തന്നെ ജയിച്ച് വരും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് നല്ലൊരു ഇമേജാണ് ആൾക്കാരുടെ ഇടയിലുള്ളത്. പോയ പ്രദേശങ്ങളിലെല്ലാം 2015 കാലഘട്ടത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി കൗൺസിലറായിരുന്ന സമയത്ത് ചെയ്ത വർക്കുകൾ മാത്രമേ ഈ പ്രദേശത്തുള്ളൂ എന്നുള്ളതാണ് പൊതുവിൽ ജനസംസാരം. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വാർഡ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ തന്നെ ഈ വാർഡിൽ വിജയിച്ച് വരും എന്ന് ഉറപ്പിക്കാം. കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. നമ്മൾ ഇറങ്ങുന്നിടത്തെല്ലാം നല്ല പ്രതികരണമാണ്. നമുക്കിത്തവണ കിട്ടും എന്നാണ് ഉറപ്പാണ്. നമുക്ക് കിട്ടും എന്തായാലും. കഴിഞ്ഞ 5 വർഷം പോയതിനെക്കാട്ടി നമുക്ക് ഇത്തവണ കിട്ടും. കഴിഞ്ഞ 5 വർഷം നമുക്ക് വികസനങ്ങൾ ഇല്ലാണ്ട് പോയി. ഇത്തവണ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. 2015-20 കാലത്ത് ഞാൻ കൗൺസിലറായ സമയത്ത് ചെയ്തതാണ്. മൊത്തം ഇത് ചെയ്തതാണ്. പിന്നെ ആ സമയത്ത് ഒരു വർഷം ഹെൽത്തിന്റെ ചെയർമാനായിരുന്നു നഗരസഭ.
കോവിഡ് വരുന്ന സമയത്ത് ഞാനായിരുന്നു, പ്രവർത്തനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാനായിരുന്നു ഹെൽത്തിന്റെ ചെയർമാനായിരുന്നു. ഹായ് ചേച്ചി സുഖല്ലേ? 5 രൂപ കൊടുക്കും, 5 രൂപ കൊടുക്കും. ഓ നേരത്തെ ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഇതൊരു പറയാ ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല അല്ലേ, ഒന്നും പറയാറായിട്ടില്ല. അങ്ങനെ നിൽക്കുകയാണ്. എന്റെ മനസ്സില് പറഞ്ഞോ. IP ആണ് തോന്നുന്നു, ജയിക്കാൻ സാധ്യത ഉണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ മനസ്സല്ലേ, നമ്മുടെ അടുത്ത് ഒന്ന് പറയും, ചെയ്യുന്നത് വേറെ രീതിയാണ്. അങ്ങനെയാണ് ഇവിടെ നടന്നു വരണത്. എന്തായാലും IP ബിനുവിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? പറയാൻ പറ്റി, രണ്ടുപേരും പല എന്നാലും ഒരു പ്രചരണമൊക്കെ കാണുമ്പോൾ എന്ത് തോന്നും ആൾക്കാരുടെയൊക്കെ? നല്ല IP ആണെന്ന് തോന്നുന്നു. IP ജയിക്കാനാണ് സാധ്യത. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ഇവിടെ പറയാൻ മാറ്റമുണ്ട്. IP അല്ലാതെ പിന്നെ ഇവിടെ ആര് ജയിക്കാൻ? ഒരു കടുത്ത മത്സരമേ അല്ല. കടുത്ത മത്സരമല്ല, ഞങ്ങൾക്ക് കടുത്ത മത്സരമല്ല. IP ഇവിടെ വിജയം ഉറപ്പാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഉറപ്പായിട്ടും IP വിജയിക്കും. എന്തുകൊണ്ടാണ്? അവന്റെ വികസനം കഴിഞ്ഞ മുമ്പിലത്തെ 5 വർഷം കാലം എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ കണ്ടു. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരേപോലെ കണ്ടു, എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു. ഇപ്പൊ ഈ ബാട്ടങ്കൽ പ്രദേശം തന്നെ ഇത്രത്തോളം വികസനം കൊണ്ടുവന്നത് IP ബിനുവാണ്. അതേ ജനങ്ങൾക്ക് പറയാനുള്ള ഒരു വികസിത നായകൻ. 2020 വരെ കുന്നൂഴി വാർഡാക്കി എടുത്ത വ്യക്തിയാണ് ബിനു IP. കഴിഞ്ഞ തവണ പിന്നെ അത് വനിതാ വാർഡായി. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റൂല. ഈ 5 വർഷം ജനങ്ങൾ കാത്തിരിക്കുകയാണ് ബിനു IPയെ. ആ ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്, അത് പ്രകടമാക്കും, അത് സത്യമാണ്. IP എന്തുകൊണ്ടാണ് അങ്ങനെ? ഇങ്ങനെ പറയണുണ്ട്, എല്ലാരും പറയണുണ്ട്. ഞങ്ങൾക്ക് വോട്ടില്ല, അങ്ങനെ പറയണുണ്ട്. മോനെ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആരാണോ അവർ ജയിക്കും. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ, അവർ കറക്റ്റായിട്ട് നോക്കി വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. അതാണ് പറഞ്ഞത്. സാധ്യത ഞാൻ എൻ്റെ പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു മെസ്സേജ് പോകുമല്ലോ. അങ്ങനെ നമ്മൾ മറ്റുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ജനങ്ങൾക്ക് മൊത്തത്തിൽ ആരാണോ നല്ലത് എന്ന് തോന്നുന്നത് അത് അവർക്ക് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? ബിനു IP തന്നെയാണ് ജയിക്കാൻ. തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശം തന്നെയാണ് കുന്നുകുഴി. ആ കുന്നുകുഴിയിൽ കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്ന് തീർച്ച തന്നെയാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാവുന്ന കാര്യവും. എന്ത് തന്നെയാണെങ്കിലും റിസൾട്ട് എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.